കാത്തിരുന്ന് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. ഋഷഭ് പന്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. വിക്കറ്റ് കീപ്പറായിട്ട് മാത്രമല്ല, ക്യാപ്റ്റനായിട്ടാണ് ഋഷഭ് പന്ത് വീണ്ടും 6 മാസത്തെ ഇടവേള കഴിഞ്ഞ് ഋഷഭ് പന്ത് വന്നിരിക്കുന്നത് ക്യാപ്റ്റനായിട്ടാണ്. ഇന്ത്യ എ അതുപോലെ സൗത്ത് ആഫ്രിക്ക നടക്കുന്ന ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന ചതുർദിന ഏകദിന റെഡ് ബോൾ ക്രിക്കറ്റിലാണ് ഋഷഭ് പന്ത് ക്യാപ്റ്റനായിട്ട് മടങ്ങി വന്നിരിക്കുന്നത്. കാലിനേറ്റ പരിക്ക് മൂലം ഇംഗ്ലണ്ട് പര്യടനത്തിൽ പരിക്കേറ്റ് ഋഷഭ് പന്ത് 6 മാസം റെസ്റ്റിലായിരുന്നു. വീണ്ടും കളികളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അത് ക്യാപ്റ്റനുമായിട്ട്. ഇന്ത്യയെയും സൗത്ത് ആഫ്രിക്കയെയും തമ്മിൽ ചതുർദിന മത്സരമാണ്. 2 മത്സരമുണ്ട്. ഒന്ന് ഒക്ടോബർ 30 മുതൽ ഒക്ടോബർ 2 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് മത്സരം. രണ്ടാം മത്സരം ഒക്ടോബർ 4 മുതൽ നവംബർ 4 മുതൽ നവംബർ 7 വരെയാണ്. ക്ഷമിക്കണം, ആദ്യം ഒരു തെറ്റ് പറ്റിയതാണ്. 7 വരെയാണ് രണ്ടാം മത്സരം. ഈ മത്സരത്തിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തും വൈസ് ക്യാപ്റ്റൻ ജൂറലുമാണ്. സായി സുദർശനാണ് വൈസ് ക്യാപ്റ്റൻ. ജൂറലില്ല, സായി സുദർശനാണ് വൈസ് ക്യാപ്റ്റൻ ഈ 2 മത്സരത്തിലും. പിന്നെ ഋഷഭ് പന്ത് വരും, ക്രിക്കറ്റ് ഇതിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും. നമ്മുടെ സഞ്ജുവിൻ്റെ ഈ ഭാവി എന്താവും? ഒരിക്കലും സഞ്ജുവിൻ്റെ ഭാവിക്ക് ഒന്നും സംഭവിക്കില്ല. ഋഷഭ് പന്ത് തന്നെ മൂലം ഒന്നും സംഭവിക്കില്ല. കാരണം സഞ്ജു ഫോക്കസ് ചെയ്തിരിക്കുന്നത് T20യിലാണ്. T20 പന്ത് ഫോമല്ല. അതുകൊണ്ട് ഒട്ടും ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കില്ല. സഞ്ജു തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചയായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.